ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തെല്ലാമാണ് എല്ലാവരും വിശേഷം? സുഖമായിരിക്കുന്നില്ലേ? അൽഹംദുലില്ലാ നമ്മൾ റാഹത്തായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡെയിലി ലൈഫാണ്. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് ഭാഗങ്ങളായി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം. കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ. പണിക്കാറുണ്ട്, പിന്നെ കുട്ടികളുടെ സ്കൂളിലാക്കണം. ഇന്ന് രാവിലെ കുറച്ച് തിരക്കുള്ള ദിവസം തന്നെയാണ് കേട്ടോ. ഇന്ന് 5 പണിക്കാറേ ഉള്ളൂ. ഇന്നലെ മിനിയാന്നെല്ലാം 12 പണിക്കാറുണ്ടായിന്. പിന്നെ അവർക്ക് ചായ കൊടുക്കണം, ചോറെല്ലാം ഉണ്ടാക്കണം കേട്ടോ. അതിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് പൂരിയും ബാജിയാണ്. ബാജിക്ക് ആവശ്യമുള്ള വെജീസ് എല്ലാം കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ പൂരിക്കെല്ലാം കുഴച്ചെടുക്കലാന്ന്. പാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറക്കും റിയാക്കും ടിഫിൻ ബോക്സിലേക്കും കഴിക്കാനുള്ള ബീഫ് കറി മതി, ബാജി വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ തലേന്ന് രാത്രിയത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു, അതെല്ലാം ചൂടാക്കി എടുക്കലാണ്. അങ്ങനെ ഇത് ഓരോരോ പൂരികൾ ചുട്ടെടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. പൂരി ഞാൻ ഇപ്പം തന്നെ ചുട്ടെടുക്കുന്നില്ല കേട്ടോ. ഇപ്പം കുട്ടികൾക്ക് മാത്രമേ ചുടുന്നുള്ളൂ. പിന്നെ ടിഫിൻ ബോക്സിലേക്കും പിന്നെ കഴിക്കാനുള്ളതും പിന്നെ ബാക്കി പിന്നെ ചൂടാന്ന് വിചാരിച്ചിട്ടാണ്. നല്ലോണം ചൂടാറിയിട്ടാകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായില്ലല്ലോ. അപ്പോൾ പിന്നെ ചൂടാന്ന് വിചാരിച്ച് അതെല്ലാം അങ്ങനെ ഞാൻ ചുട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ തുണിയിൽ അലക്കാൻ ഇട്ട് കൊടുക്കലാന്ന്. നേരത്തെ രാവിലെ തന്നെ ഞാൻ തുണിയിൽ അലക്കാൻ ഇട്ട് കൊടുക്കലുണ്ട്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടായിപ്പോയി കുഞ്ഞെല്ലാം തരണോണ്ടെല്ലാം. അങ്ങനെ ഇപ്പം തുണി അലക്കാൻ ഇടലാന്ന് കേട്ടോ. ഈ സമയം നമുക്ക് എൻ്റെ തുണിയിൽ അലക്കി കഴിയുന്നുണ്ട്. അങ്ങനെ തുണിയെല്ലാം അലക്കാൻ ഇട്ട് കൊടുത്ത് പിന്നെ നൂറാനെ ബ്രഷാക്കി കുളിപ്പിച്ച് ഡ്രസ്സെല്ലാം ആക്കി കൊടുത്തിട്ട് അതിനുശേഷം വേറാക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള പൂരിയെല്ലാം ചുട്ടെടുക്കലാന്ന് കേട്ടോ. അവൾക്ക് ബാജി വേണ്ട, പൂരിയും ബീഫ് കറി മതി എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ അവൾക്ക് ടിഫിനെല്ലാം റെഡിയാക്കി അതിനുശേഷം കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് കൊണ്ട് കളയലാന്ന്. ഫ്രിഡ്ജിൽ മീൻ ഇന്നലെ കൊടുന്ന തന്നെ ഉണ്ട് കേട്ടോ. മനസ്സോർച്ച് ചോദിച്ചിന് മീൻ വേണമെന്ന്. ഇപ്പോൾ വേണ്ട, ഫ്രിഡ്ജിലുണ്ട് ഇന്നലത്തേന്ന് പറഞ്ഞു കേട്ടോ. മുറിച്ചിട്ട് തന്നെ കൊടുന്നത്, അതുകൊണ്ട് കുറച്ച് ഈസി ആയിട്ടാണ്. പിന്നെ അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് വെള്ളമെല്ലാം കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ, ഐസാളാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ പൂരിയെല്ലാം പണിക്കാർക്കുള്ള പൂരിയെല്ലാം ചുട്ട് കഴിഞ്ഞു കേട്ടോ. അവർക്ക് സമയമായിട്ടുണ്ട്. അങ്ങനെ ഇതാ ചായ എല്ലാം കൂട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ പണിക്കാർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു കേട്ടോ. അതിനുശേഷം ഞങ്ങളും കഴിച്ചു. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചനും ഗ്യാസ് അടുപ്പും കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ്. അതിനുശേഷം ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാ. മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രം ഉണ്ട് കേട്ടോ, അതെല്ലാം കഴുകിയെടുക്കലാണ്. പൂരിയും ബാജി ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിന് കേട്ടോ. പണിക്കാർക്ക് ചോദിച്ചെങ്കിൽ എക്സ്ട്രാ കുറച്ച് കൂടുതൽ തന്നെ ആക്കിയതാണ് കേട്ടോ. ചോദിച്ചെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ചോദിച്ചിട്ടുണ്ടായിട്ടാ. അങ്ങനെ അത് ഞാനെല്ലാം എടുത്തു വെക്കലാന്ന് കേട്ടോ. സ്കൂളിൽ വന്നിട്ട് പുള്ള കഴിച്ചോളൂ കേട്ടോ. പൂരിയും ബാജി ആകുമ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം എടുത്തു വെച്ച് എന്നിട്ട് ചട്ടിയെല്ലാം കഴുകി വെച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ കിച്ചൻ്റെ മുറ്റത്ത് പോയി കേട്ടോ. എന്നിട്ട് മുറ്റെല്ലാം അടിച്ച് വാരലാണ്. ഇത് ഐസ് കട്ടയാണ് കേട്ടോ. പണിക്കാർക്ക് ഒരു ടിന്നിൽ വെള്ളം വെച്ചിട്ടുണ്ട്, പിന്നെ തണുത്ത വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തണുപ്പെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഐസ് കട്ട കൊണ്ടിട്ടാൽ തണുപ്പ് തന്നെ ഉണ്ടാവുമല്ലോ, ചൂടല്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവർ വെള്ളം ചോദിക്കില്ല, അവർ ആവശ്യമുണ്ടെങ്കിൽ അവർ തന്നെ കൂട്ടിയിട്ട് കുടിച്ചോളും. ഐസ് കട്ട കൊണ്ടിടലാന്ന്. ഇത് നാളെ 12 പണിക്കാറുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഇഡ്ഡലി ചൂടാന്ന് വിചാരിച്ച് അങ്ങനെ ഇഡ്ഡലിക്കുള്ള അരിയെല്ലാം കുതിർത്ത് വെക്കലാന്ന് കഴുകിയിട്ട്. അതിനുശേഷം കൗണ്ടർ ടോപ്പെല്ലാം ഒന്നും കൂടി തുടച്ചെടുത്തു.
കറിക്കുള്ള തേങ്ങ ഉടച്ചെടുക്കലാണ് കേട്ടോ. വറവിനും പിന്നെ മീൻ കറിക്കുള്ള മീൻ കറി വെക്കാനുള്ള തേങ്ങയുടെ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നൂറാവ് റാസിയും മുത്തെല്ലാം പുറത്തുള്ള മണ്ണെല്ലാം വാരി കളിക്കുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര ക്ഷീണിച്ചതെന്ന് തോന്നിട്ട് അങ്ങനെ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ വെള്ളം കൊണ്ടു കൊടുക്കലാന്ന്. അപ്പം ഞാൻ പറഞ്ഞിട്ട് അതിനുള്ളിൽ കയറണ്ട, മുത്തലിരുന്നിട്ട് മണ്ണിലെല്ലാം കളിച്ചിട്ട് കുളിച്ചിട്ട് കയറിയാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ ആയി എന്നെല്ലാം പറയുന്നതാണ്. അതിനുശേഷം ഞാൻ ഉള്ളെല്ലാം വേഗം പോയിട്ട് ഉള്ളെല്ലാം അടിച്ച് വാരി ഉള്ളെല്ലാം അടിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉള്ളെല്ലാം തുടച്ചെടുത്തുട്ടാ. അങ്ങനെ ക്ലീനിങ്ങും കാര്യമെല്ലാം കഴിഞ്ഞിട്ടാ. അതിനുശേഷം പിന്നെ ചോറിൻ്റെ പരിപാടിക്ക് പോകാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് തന്നെ ഞാൻ നേരത്തെ പാല് തിളപ്പിച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാലെടുക്കലാണ്. ഇത് നെയ്യ് ഉണ്ടാക്കാനാണ് കേട്ടോ. എന്നിട്ട് പാല് വേറെ പാട്ടയിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലെല്ലാം വെക്കലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ പിള്ളേർക്കുള്ള ജ്യൂസ് ആക്കുന്നതാണ് കേട്ടോ, പപ്പായ ജ്യൂസ്. പിന്നെ ഞാൻ കുടിക്കല്ല, നൂറാവും കുടിക്കില്ല കേട്ടോ. അതിന് ശേഷം തുണിയെല്ലാം ഇളക്കിയിട്ട് ഓമ്പിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കലാണ്. ഫസ്റ്റ് തന്നെ മീൻ കറിക്കെല്ലാം അരച്ചെടുത്തു കേട്ടോ. അങ്ങനെ കറിക്കുള്ളതെല്ലാം റെഡിയാക്കിയിട്ട് ഗ്യാസിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തിളക്കുമ്പോൾ മീനിട്ട് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യാനുള്ള മീനെല്ലാം നേരത്തെ മസാല പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എണ്ണ ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കലാന്ന്. വറവിനായിട്ട് പച്ചക്കായും കാബേജും ആണ് കേട്ടോ. അതെല്ലാം നേരത്തെ മുറിച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഇതാ കായ് കുക്കറിലാക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കലാന്ന്. അപ്പുറത്തടുപ്പിൽ ഇതാ കാബേജും പിന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് കായ്ക്കറിക്കുള്ള കടുവെല്ലാം താളിക്കലാണ്. അങ്ങനെ കായ്ക്കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചോറും കറിയെല്ലാം റെഡിയായി. ഇങ്ങനെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബൾബ് എടുക്കലാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പാത്രമെല്ലാം കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിതാ പിന്നെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കലാണ്.
ഉച്ചക്കത്തെ ചോറെല്ലാം കഴിച്ചു കുറച്ച് സമയം റെസ്റ്റ് എടുത്തുട്ടാ. വൈകുന്നേരം ചായക്കും അവലാണ്. അങ്ങനെ അവലും ചായയെല്ലാം കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.